അപ്പോൾ നമ്മൾ അടുത്ത യൂണിറ്റിലേക്ക് പോവാണ്. അടുത്ത യൂണിറ്റിലെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കുറച്ച് നമ്പേഴ്സിൻ്റെ തിയറിയാണ്. തിയറി ഓഫ് നമ്പേഴ്സ്, നമ്പർ തിയറി എന്ന് വിളിക്കും, അല്ലെങ്കിൽ തിയറി ഓഫ് നമ്പേഴ്സ്. കുറച്ച് തിയറി, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങൾ, തിയറി ഓഫ് നമ്പേഴ്സ്. ഇതിൽ എല്ലാം പഠിപ്പിക്കണമെന്നില്ല ഞാൻ, നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് എടുക്കുന്നത്. ഓക്കെ, ചില ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആണ്, അപ്പോൾ അതിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ഓക്കെ, തിയറി ഓഫ് നമ്പേഴ്സ്. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് കുറച്ച് അറിഞ്ഞിരിക്കേണ്ടത് കുറച്ച് നമ്പേഴ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിൽ ഡെഫിനേഷനായിട്ട് വൺ വേർഡിനൊക്കെ ചോദിച്ചിട്ടുണ്ട് പണ്ടൊക്കെ. വാട്ട് ഈസ് പ്രൈം നമ്പർ? എന്താണ് പ്രൈം നമ്പർ? പ്രൈം നമ്പർ എന്താ? പ്രൈം നമ്പർ നമുക്കറിയാം. പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ് അല്ലേ? 2, 3, 5, 7, 11, 9 ഇല്ല, 11, 13, 17, 19, 23, അങ്ങനെ പോലെ. ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രൈം നമ്പർ എന്ന് വിളിക്കുക. മനസ്സിലായോ? ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രൈം നമ്പേഴ്സ് ഒക്കെ. എന്താണ് ഈ സാധനം? എന്താ സാധനം പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ? അതിനെ ഒന്നുകൊണ്ട് മാത്രമേ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ആ ഒരു നമ്പറിനെ നമുക്ക് വേറെ നമ്പേഴ്സിനായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഒന്നുകിൽ സെയിം നമ്പറായിട്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ 1 കൊണ്ട്, അതായത് പ്ലസ് ഓർ മൈനസ് 1 കൊണ്ടോ അല്ലെങ്കിൽ ആ സെയിം നമ്പർ കൊണ്ടോ, അല്ലേ? പ്ലസ് ഓർ മൈനസ് ആ സെയിം നമ്പർ കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുള്ളെങ്കിൽ ആ നമ്പറിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രൈം നമ്പർ. ഓക്കെ, അപ്പോൾ ഡെഫിനിഷൻ ചോദിച്ചിട്ടുണ്ട്, ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് പ്രൈം നമ്പർ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഡെഫിനിഷൻ ജസ്റ്റ് ഒന്ന് എഴുതാം. എ നോൺ സീറോ ഇൻറ്റീജർ, എ നോൺ സീറോ ഇൻറ്റീജർ പി, എ നോൺ സീറോ ഇൻറ്റീജർ പി ഗ്രേറ്റർ ദാൻ 1, 1ലേക്ക് കൂടുതലുള്ളത് കേട്ടോ, ഗ്രേറ്റർ ദാൻ 1 ഈസ് കോൾഡ് എ പ്രൈം നമ്പർ, ഈസ് കോൾഡ് എ പ്രൈം നമ്പർ. is called a prime number. എന്നൊരു പറയാം. a non-zero integer p greater than 1 is called a prime number if it has only divisors, it has only divisors plus or minus 1 and plus or minus p. It has only divisors plus or minus 1 and plus or minus p. അതായത് എക്സാമ്പിൾ എഴുതാം. എക്സാമ്പിൾ 2, 3, 5, 7, 11, 13, 17 അങ്ങനെ പോകാം. അതായത് ആ നമ്പർ കൊണ്ട് മാത്രം ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ 1 കൊണ്ട് കേട്ടോ. അതുപോലെ നെഗറ്റീവ് ആയാലും പ്രശ്നമില്ല. അതുകൊണ്ടാണ് പ്ലസ് ഓർ മൈനസ് എന്ന് പറഞ്ഞത്. ചോദിച്ചിട്ടുണ്ട്, എക്സാമിന് ചോദിച്ചത് കൊണ്ടാണ് ആ ഡെഫിനിഷൻ പറഞ്ഞത്. ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്തത് കോമ്പോസിറ്റ് നമ്പർ. കോമ്പോസിറ്റ് നമ്പർ, പ്രൈം നമ്പർ അല്ലാത്ത എല്ലാ നമ്പറിനും എന്ത് വിളിക്കാം? കോമ്പോസിറ്റ് നമ്പർ എന്ന് വിളിക്കാം. അപ്പോൾ ഏതാ? എ നമ്പർ വിച്ച് ഇസ് നോട്ട് പ്രൈം ഇസ് കോൾഡ് കോമ്പോസിറ്റ് നമ്പർ. എ നമ്പർ വിച്ച് നോട്ട് പ്രൈം, പ്രൈം അല്ലാത്ത നമ്പർ, ഇറ്റ് ഇസ് കോൾഡ് കോമ്പോസിറ്റ് നമ്പർ. പ്രൈം അല്ലാത്ത നമ്പറിനെ വിളിക്കുന്ന പേരാണ് കോമ്പോസിറ്റ് നമ്പർ. എക്സാമ്പിൾ എന്തുവേണം വരും കേട്ടോ. 10, 20 അങ്ങനെ ഇതൊക്കെ കോമ്പോസിഷനാണ്. ഇവിടെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്ന് GCD കണ്ടുപിടിക്കും, ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ കാണുന്നതും, ഒന്ന് 5 of 12 എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇന്ന് ഞാൻ അത് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ, കൂടുതലൊന്നും എടുക്കുന്നില്ല. GCD കാണാനും ഈ 5 of 12, 5 of അത് കാണാനും കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു ബേസിക് അറിഞ്ഞിരിക്കണേ. അപ്പോൾ ഒരു ഹെഡിങ് എഴുതുക, ഡിവിസിബിലിറ്റി. എന്താണ് ഡിവിസിബിൾ എന്ന് പറയുന്നത് കേട്ടോ? ഡിവിസിബിലിറ്റി, ഡിവിസിബിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പഠിക്കുന്നത്. ഡിവിസിബിലിറ്റി, ഞാനൊരു എക്സാമ്പിൾ പറയാം. 20നെ എനിക്ക് 4 into 5 എന്ന് എഴുതാം അല്ലേ? ശരിയല്ലേ?
20നെ എനിക്ക് 4 × 5 എന്ന് എഴുതാം. ശരിയല്ലേ? ഓക്കെ ആണല്ലോ, എല്ലാവർക്കും അറിയാം അല്ലേ? അതിനെന്താണ് അതിന് മീനിങ്? 20നെ എനിക്ക് 4 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും, 20നെ എനിക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ശരിയല്ലേ? അപ്പോൾ ഇതിന് രണ്ട് രീതിയിൽ പറയാം. ഒന്നുകിൽ 20 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5 എന്ന് പറയാം അല്ലേ? ഇവിടെ എന്താണെന്ന് നമുക്ക് പറയാം, 20 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5 എന്ന് വിളിക്കാം. 5ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ് ആര്? 20. അല്ലെങ്കിൽ എന്ത് പറയാം? 5 ഈസ് എ ഡിവൈസർ. ഇതാണ് നമുക്ക് അറിഞ്ഞിരിക്കുന്നത്. 5 ഈസ് എ ഡിവൈസർ ഓഫ് 20. തിരിച്ചു പറയുന്നതാണ്, 20നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ആര്? 5 എന്ന് വിളിക്കാം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ച്, ഇതൊന്ന് ഈ എക്സാമ്പിൾ എഴുതിയിട്ട് 20 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5 എന്ന് പറയാം, അല്ലെങ്കിൽ 5 ഈസ് എ ഡിവൈസർ ഓഫ് 20 എന്ന് പറയാം. ഒരിക്കൽ കൂടി പറയാം, ഓർ എന്തെങ്കിലും പറയാം, 20 ഈസ് ഡിവിസിബിൾ ബൈ 5. 20നെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും ഇതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് മൂന്ന് കാര്യങ്ങൾ പറയാം. എന്താണ്? 20 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5 എന്ന് വിളിക്കാം, 5 ഈസ് എ ഡിവൈസർ ഓഫ് 20 എന്ന് പറയാം, അല്ലെങ്കിൽ 20നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്നും പറയാം. മനസ്സിലായോ? ഓക്കെ അല്ലേ? ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം ഈ ഒരു സെന്റൻസ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ എന്താണ് ഡിവിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ? അതായത് എ എന്ന് പറഞ്ഞ നമ്പറിനെ B × C എന്ന് എഴുതാൻ പറ്റിയാൽ, എ എന്ന നമ്പറിനെ B × C എന്ന് എഴുതാൻ പറ്റിയാൽ നമുക്ക് പറയാം എന്താണ്? B is said to be divisor of A. B നെ എയുടെ ഡിവൈസർ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ C is a divisor of A, എന്ത് വേണമെങ്കിൽ വിളിക്കാം. ഓക്കെ, തിരിച്ചും പറയട്ടാ. അതായത് 4 is a divisor of 20 എന്നും പറയാം. അപ്പോൾ ആ ഡെഫിനിഷൻ എഴുതാണ്, if A and B are any two integers, then B is said to be a divisor of A. ഒരു പ്രത്യേകത ഉണ്ട്, B not equal to 0. ഡിവൈസർ എന്നുള്ള ടൈം ഒരിക്കലും 0 ആവില്ല. B not equal to 0 is said to be a divisor of A if A equal to B. A നമുക്ക് B × C where C is any integer. Okay. അടുത്ത ഹെഡിങ് എഴുതാണ്, യൂണിക് ഫാക്ടറൈസേഷൻ തിയറം. സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, പ്രൂഫ് ഒന്നും എടുക്കുന്നില്ല. യൂണിക് ഫാക്ടറൈസേഷൻ തിയറം സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് പറയുന്നത്. യൂണിക് ഫാക്ടറൈസേഷൻ തിയറം എഴുതാം. സ്റ്റേറ്റ്മെന്റ് എഴുതാണ്, every composite number can be expressed as a product of prime factors. Every composite number can be expressed as a product of prime factors in one and only one way. ഒരേ ഒരു വേയിൽ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും. in one and only one way. ഏതൊരു കോമ്പോസിറ്റ് നമ്പറിനെയും പ്രൈം നമ്പേഴ്സിന്റെ ഫാക്ടറൈസേഷൻ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മുടെ അടുത്ത ടോപ്പിക് പറയാൻ പോകുന്നത്. അതായത് n എന്നുള്ളത് ഒരു എനി കോമ്പോസിറ്റ് നമ്പർ ആണെങ്കിൽ ഈ n-നെ നമുക്ക് ഇങ്ങനെ എഴുതാം, ഒരു പ്രൈം നമ്പർ raised to a1 into അടുത്ത പ്രൈം നമ്പർ raised to a2 into അടുത്ത പ്രൈം നമ്പർ raised to a3 into etc.
പി എ പി എൻ അല്ലേ, പി എൻ റേസ് ടു എ എൻ. ഇവിടെ എന്നോട് ഉണ്ടത് പി കെ മതി, പി കെ റേസ് ടു എ എൻ. അതായത് ഏതൊരു നമ്പറിനെയും പ്രൈം നമ്പറിന്റെ പ്രോഡക്റ്റുകളായിട്ട് എഴുതാമെന്നാണ് പറയുന്നത്. നമുക്ക് ചെയ്ത മനസ്സിലാവും. ഏതൊരു നമ്പറിനെയും പ്രൈം നമ്പറിന്റെ പ്രോഡക്റ്റ്. ഫോർ എക്സാമ്പിൾ നമ്മൾ 20 എടുക്കും. 20നെ നമുക്ക് എങ്ങനെ പണ്ട് പഠിച്ച ഓർമ്മയുണ്ടോ? ഇത് പണ്ടത്തെ കാര്യമാണ് കേട്ടോ, സ്കൂളിൽ പഠിച്ച കാര്യങ്ങളാണ് പറയുന്നത്. 20നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ, 10 വീണ്ടും 2 ഡിവൈഡ് ചെയ്യാം, എത്രയാ 5. ഇനി ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 5 ഡിവൈഡ് ചെയ്യാം അല്ലേ, 1 ആക്കണ കാര്യം ചെയ്യാം. അപ്പൊ നമുക്ക് 20നെ എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 2 ഇൻറ്റു 5 എന്ന് എഴുതാം. ശരിയല്ലേ? ശരിയല്ലേ? അതായത് 2 സ്ക്വയർ ഇൻറ്റു 5 റേസ് ടു 1 ഇങ്ങനെ എഴുതാം. അതാണ് പറഞ്ഞത്. അപ്പൊ ഈ തിയറം പറയുന്നത് എന്താണ്? ഏതൊരു നമ്പർ എടുത്താലും അതിനെ പ്രൈം നമ്പേഴ്സ് 2, 3, 5 ഇല്ലേ, ആ പ്രൈം നമ്പേഴ്സിന്റെ ആ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാമെന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഈ തിയറം മനസ്സിലായോ? ഏതൊരു നമ്പർ എടുത്താലും അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൈം നമ്പറിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. മനസ്സിലായി? ഓക്കെ ആണോ? പ്രൈം നമ്പറിന് പറ്റില്ല. പ്രൈം നമ്പറിന് പിന്നെ ഒന്നും നമുക്ക് പ്രോഡക്റ്റ് ആക്കാനേ പറ്റില്ലല്ലോ. പ്രൈം നമ്പറിന് നമുക്ക് പ്രോഡക്റ്റ് ആക്കാനേ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എവരി കോമ്പോസിറ്റ് നമ്പർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് എന്നാ പറഞ്ഞിരുന്നത് കേട്ടോ. സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ പറയുന്നത് ഏതൊരു നമ്പറും അല്ല, എവരി കോമ്പോസിറ്റ് നമ്പർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ് എന്നാണ് പറഞ്ഞത്. ഏതൊരു കോമ്പോസിറ്റ് നമ്പറും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്രൈം നമ്പറിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? സ്റ്റേറ്റ്മെന്റ് ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ടോപ്പിക്ക് നമ്മുടെ ഞാൻ നമുക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാണ്. കണ്ടിന്യൂ ചെയ്താൽ ഒരു ഷുവർ ക്വസ്റ്റ്യൻ കേട്ടോ. ചിലപ്പോൾ 2 ക്വസ്റ്റ്യൻ ചോദിക്കാം. യൂളർ ഫംഗ്ഷൻ കഴിഞ്ഞ വർഷം 2 ചോദിച്ചു പോകും കേട്ടോ. യൂളർ ഫംഗ്ഷൻ ഓയിലർ ഫംഗ്ഷൻ എന്ന് വിളിക്കുക. ഓയിലർ ഫംഗ്ഷൻ ഫൈ ഓഫ് എന്നാ വിളിക്കുക. ഓയിലർ ഫംഗ്ഷൻ ഫൈ ഓഫ്. ഞങ്ങൾ പഠിക്കുമ്പോൾ യൂളർ എന്ന് പറഞ്ഞിട്ട് യൂളറാക്കി മാറ്റിയിട്ടാണ്. അപ്പൊ ഡിഫൈൻ എന്ന് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പൊ എഴുതാം. ഇഫ് n is any positive integer, n is any positive integer, comma, the number of positive integer less than n, number of positive integer less than n and prime to n is called Euler function അല്ലെങ്കിൽ Euler function. Number of positive integer less than n and prime to n is called Euler function and it is denoted by phi of n. അതിനെ phi of n. അപ്പോൾ അതിന്റെ സ്റ്റേറ്റ്മെന്റ് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഫോർമുല ഉണ്ട്, ഫോർമുല ഞാൻ പറഞ്ഞുതരാം. അവിടെ നിൽക്കട്ടെ. ഫോർമുല കൂടി എഴുതാം അല്ലേ. ഫോർമുല എഴുതാം. ഫൈ ഓഫ് എൻ കാണാനുള്ള ഫോർമുല n എങ്ങനെയാണെങ്കിൽ ഫൈ ഓഫ് എൻ കാണാനുള്ള ഫോർമുല ഇതാണ്. n ഇൻറ്റു 1 മൈനസ് 1/p1 ഈ പ്രൈം നമ്പർ കേട്ടോ, ഇൻറ്റു 1 മൈനസ് 1/p2 ഇൻറ്റു 1 മൈനസ് 1/p3 എക്സെട്ര 1 മൈനസ് 1/pk. ഇതാണ് ഓയിലർ ഫംഗ്ഷൻ കാണാനുള്ള ഫോർമുല. വളരെ സിമ്പിളാണ്. ഫോർമുല വെച്ചിട്ട് സിമ്പിളാണ്, പ്രോബ്ലം സിമ്പിളായിട്ട് ചെയ്യാം. പക്ഷേ അതിൻ്റെ ഡെഫിനിഷൻ മനസ്സിലാക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ 10 എടുത്തു ക്വസ്റ്റ്യൻ. ഇത് ഞാൻ മാറ്റോട്ടെ, എഴുതിയെല്ലാരും.
എന്തായാലും ഇപ്പം ഇത് ഇത്രയും ഫോർമുലാസ് എഴുതിയതുകൊണ്ട് ഇതിൽ വരാനുള്ള ഒരു സാധനം കൂടി ഇതിൻ്റെ ഫോർമുല ഇതിൻ്റെ കൂടെ തന്നെ എഴുതി പോകണമെങ്കിൽ നിങ്ങൾക്ക് പിന്നെ വേറെ ആയിട്ട് പഠിക്കണ്ട. ഇത്ര എഴുതിയില്ല, ഫൈ ഓഫ് എൻ്റെ കൂടെ തന്നെ ഞാൻ എഴുതാണ്. അതിനൊരു യാതൊരു ബന്ധമൊന്നുമില്ല. അല്ല വേണ്ട, പിന്നീട് പഠിപ്പിക്കാം. എല്ലാം കൂടി ഒരുമിച്ചാവണം. അതാ ഓക്കെ. ഇപ്പോൾ ഫൈ ഓഫ് എന്നെ പഠിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഫൈ ഓഫ് എൻ വിളിക്കുന്നത് നമ്പർ ഓഫ് ഇൻറ്റീജർ ലെസ് ദാൻ എൻ ആണ്. എന്നിനേക്കാൾ കുറവുള്ള ഇൻറ്റീജേഴ്സിൻ്റെ എണ്ണം വിത്ത് പ്രൈം ടു എൻ ആണ്. ഫൈ ഓഫ് എൻ എന്ന് വിളിച്ചത് എന്താണ്? നമ്പർ ഓഫ് ഇൻറ്റീജർ, ടോട്ടൽ നമ്പർ ഓഫ് ഇൻറ്റീജേഴ്സ് ലെസ് ദാൻ എൻ ആൻഡ് പ്രൈം ടു എൻ. നമുക്കിത് തിയറി മനസ്സിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല, എങ്കിലും ഞാൻ പറയണേ, എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയണേ. ഫൈ ഓഫ് 10 എടുത്തു, ഫൈ ഓഫ് 10 എടുത്തു. അപ്പോൾ അവർ പറഞ്ഞേക്കണ എന്താ റൂള്? 10നേക്കാൾ കുറവുള്ള ഇൻറ്റീജേഴ്സ് ഏതൊക്കെ? 10നേക്കാൾ കുറവുള്ള ഇൻറ്റീജേഴ്സ് 1 2 3 4 5 6 7 8 9 10. 10 വരില്ല, 10നേക്കാൾ കുറവാണ്. അപ്പോൾ 10നേക്കാൾ കുറവ് എത്ര ഇൻറ്റീജേഴ്സ് ഉണ്ട്? 10നേക്കാളും കുറവ് എത്ര ഇൻറ്റീജേഴ്സ് ഉണ്ട്? എത്ര ഇൻറ്റീജേഴ്സ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 ഇൻറ്റീജേഴ്സ് ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പോൾ 10നേക്കാൾ കുറവുള്ള ഇൻറ്റീജേഴ്സ് പറഞ്ഞ 9 ഉണ്ട്. പക്ഷേ ഫൈ ഓഫ് 10 പറയുന്നത് ഇതിലെ 10മായി പ്രൈം ആകുന്നത്, 10മായി പ്രൈം ആകുന്നത് പറഞ്ഞാൽ 10മായി കംപ്ലീറ്റ് ആയിട്ട് വെട്ടിപ്പോകാത്തത് ഏതൊക്കെയാണ്? 10ന്റെ ഡിവൈസർ അല്ലാത്തത് ഏതൊക്കെ? 1ന് നമുക്ക് ഈ 1ന് എപ്പോഴും ഇതിൻ്റെ ഉള്ളിൽ കൂട്ടൂട്ടാ. 1 എപ്പോഴും അതിൻ്റെ ഒരു എന്താ പറയുക പ്രൈം ടു 10 എന്ന് പറയാറുണ്ട്. 1ന് അതിൻ്റെ ഉള്ളിൽ എപ്പോഴും കൂട്ടും. 1 എടുത്തു. പിന്നെ 2 10 വെട്ടിപ്പോവില്ലേ? 10/2 2 ഈസ് ഡിവിസിബിൾ ബൈ 10 അല്ലേ? പോവും. അപ്പം അത് പറ്റില്ല. 3 10 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 10/3 ചെയ്താൽ കറക്റ്റായിട്ട് വെട്ടിപ്പോവോ? ഇല്ല. അപ്പം അത് കൊടുക്കുക. 4 വെട്ടിപ്പോവും അല്ലേ? 10/4 4 പ്രാവശ്യം വെട്ടും അല്ലേ? ഒരു കോമൺ ഫാക്ടർ ഉണ്ടായാൽ മതി. അപ്പം 4 പറ്റില്ല. 5 വെട്ടിപ്പോവും. 5 ഒരു പ്രാവശ്യം വെട്ടിപ്പോവും അല്ലേ? അത് പറ്റില്ല. 6 വെട്ടും, അത് പറ്റില്ല. 7, അതായത് റിലേറ്റീവ്ലി പ്രൈം എന്ന് പറഞ്ഞാൽ അതിന് ഒരിക്കൽ കൂടി ഒരു പ്രാവശ്യം പോലും കോമൺ ഫാക്ടർ വരാൻ പാടില്ല. 7 പറ്റും. 8 വെട്ടിപ്പോവും. 9 പറ്റും. അപ്പോൾ 1ഉം 3ഉം 7ഉം 9ഉമാണ് ഇതിൽ റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ഇൻറ്റീജേഴ്സ്. മനസ്സിലായോ? 10നേക്കാൾ താഴെ വരുന്ന, 10നേക്കാളും താഴെ റിലേറ്റീവ്ലി പ്രൈം ആയിട്ട് വരുന്ന ഇൻറ്റീജേഴ്സ് ഈ 4 പേരാണ്. ഇതാണ് 4. അപ്പോൾ ഫൈ ഓഫ് 10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ ഇതിങ്ങനെ മനസ്സിലാക്കേണ്ട, അത് നല്ലത്. ഇതിങ്ങനെ മനസ്സിലാക്കാൻ നിൽക്കേണ്ട നമ്മൾ എന്ത് ചെയ്യുന്നു? 10നെ ഫാക്ടറൈസ് ചെയ്യുന്നു. നമ്മളെന്ത് ചെയ്യുന്നു? 10നെ ഫാക്ടറൈസ് ചെയ്യുന്നു. ഓക്കെ, ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 5 പ്രാവശ്യം കഴിഞ്ഞു അല്ലേ? 5 ഒരു പ്രാവശ്യം. ശരിയല്ലേ? അപ്പോൾ നമ്മൾ 10നെ എങ്ങനെ എഴുതി? 10നെ എങ്ങനെ എഴുതി? 10നെ നമുക്ക് 2⁻1 × 5⁻1 എഴുതി. അപ്പോൾ ഇവിടെ 2 പ്രൈം നമ്പേഴ്സ് ആണ്. P1 എന്ന് പറഞ്ഞാൽ 2ഉം P2 എന്ന് പറഞ്ഞാൽ 5ഉം. ശരിയല്ലേ? 2 പ്രൈം നമ്പേഴ്സ് ആണ് 2ഉം 5ഉം. നമ്മുടെ റൂൾ എന്താ? ഫൈ ഓഫ് എന്നിന്റെ ഫോർമുല എന്താ? n × 1 - 1/P1 × 1 - 1/P2. ഇവിടെ ഇപ്പോൾ 2 ആൾക്കാരുള്ളേ, 2 ടൈമുള്ള n എത്രയാണ്? 10 അല്ലേ? 10 × 1 - 1/2 × 1 - 1/5. ഇത് എൽസി എടുക്കാം. 10 × 2 - 1/2 × 5 - 1/2 1/5. മനസ്സിലായോ? ഇത് ഇങ്ങോട്ട് എൽസി എടുത്തു, ഇത് ഇങ്ങോട്ട് എൽസി എടുത്തു. ഈ 2 × 5 10 ആണ്. ആ 10 ആയിട്ട് വെട്ടിപ്പോയി. ബാക്കി 2 - 1 1 × 4 ആൻസർ 3 4. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, എഴുതിയെടുക്കാം. ഫൈ ഓഫ് 10ന്റെ വാല്യൂ കേട്ടോ. ഫൈ ഓഫ് n ഇതാണ്. ഫൈ ഓഫ് 10ന്റെ വാല്യൂ ആണ് കേട്ടോ. ഫൈ ഓഫ് 10. ഇത് ഇങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നേരത്തെ പോകാനായ പറഞ്ഞോളൂ കേട്ടോ.
എഴുതിയോ? എല്ലാം എഴുതിയായിരിക്കുന്നു. നമുക്ക് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞുതരാം. കഴിഞ്ഞ വർഷം ചോദിച്ചത് ഫൈൻഡ് ഫൈ ഓഫ് എത്രയും ചോദിച്ചിരുന്നല്ലോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഫൈ ഓഫ് പാർട്ട് എയിൽ ഒരു 2 മാർക്ക്, ഒരു 1 വേർഡ് 1 മാർക്ക്. ഫൈ ഓഫ് 20 ആണോ ഫൈ ഓഫ് 12 ആണോ? ഓക്കെ. ഫൈ ഓഫ് 12 ആണ് ചോദിച്ചത്. കഴിഞ്ഞ വർഷം ചോദിച്ചതാണ്. ഫൈൻഡ് ഫൈ ഓഫ് 12. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ 12നെ ഫാക്ടറൈസ് ചെയ്യാം. ഓക്കെ, 12നെ ഫാക്ടറൈസ് ചെയ്യാണ്. 12നെ ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു 6, വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 3, പിന്നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 1. അപ്പോൾ 12നെ നമുക്ക് എങ്ങനെ എഴുതാം? 2² × 3⁻1 എഴുതാം അല്ലേ? നമുക്ക് സ്റ്റെപ്പ് മനസ്സിലായതിൽ ഒരിക്കൽ കൂടെ എഴുതാം. 2 × 2 × 3 × 1. 1 പറയണ്ട. അപ്പോൾ 2² × 3. 12നെ നമുക്ക് 2² × 3. അപ്പോൾ ഇതാണ് P1 ട്ടോ. ഈ 2 ആണ് P1, ഈ 3 ആണ് P2. കണ്ടോ? ഇത് P1, ഇത് P2. രണ്ടാണ് ഉണ്ട്. അപ്പോൾ ഫൈ ഓഫ് n ഫോർമുല എഴുതാൻ നമുക്ക്. ഫൈ ഓഫ് n എന്താ? n × 1 - 1/P1 × 1 - 1/P2. ഓക്കെ. അപ്പോൾ ഫൈ ഓഫ് 12 എന്ന് പറഞ്ഞാൽ എത്ര വരിക? ഫൈ ഓഫ് 12 n എത്രയാ? 12 × 1 - 1/P1. P1 ആരാ? 2 × 1 - 1/3. മനസ്സിലായോ? വളരെ സിമ്പിൾ ആണ്. P1 P2ന്റെ അവിടെ 2ഉം 3ഉം കൊടുത്തു. വേറെ ഒന്നുമില്ല കേട്ടോ. വേറെ ഒന്നും ചെയ്യുന്നില്ല. n-ന്റെ അവിടെ 12, P1 P2ന്റെ അവിടെ 2ഉം 3ഉം. നമ്മൾ മോഡൽ എക്സാം എഴുതിയപ്പോൾ കുറെ എണ്ണത്തിന് കുറയ്ക്കാനൊക്കെ തെറ്റിച്ചിട്ടുണ്ട്. കുറേ പേര് തെറ്റിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 - 1/2 × 3 - 1/3, അതായത് 12 × 1/2 × 2/3. ഈ 2ഉം 2ഉം വെട്ടി, 3ഉം 12ഉം വെട്ടി, ആൻസർ 4 കേട്ടോ. ഫൈ ഓഫ് 12ന്റെ വാല്യൂ 4 ആണ്. അതിൽ അപ്പോൾ കഴിഞ്ഞ വർഷത്തിൽ ചോദിച്ചതാണത്. ഒരു ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം. എഴുതാം. ഷോ ദാറ്റ് ആണ് അത്. പിന്നെ ആൻസർ അടക്കം തന്നേക്കാണ്. ഇത്തിരി അടിപൊളിയായിട്ട് ക്വസ്റ്റ്യൻ തന്നേക്കാണ്. കിട്ടിയാലും കിട്ടില്ലെങ്കിൽ ആൻസർ ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. ഷോ ദാറ്റ് ഫൈ ഓഫ് 200 = 80 അല്ലേ? ഇങ്ങനെയല്ലേ ചോദിച്ചേ? ഫൈ ഓഫ് 200ന്റെ വാല്യൂ 80 ആണെന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ സിമ്പിൾ ആണ്. ആൻസർ അവർ തന്നിട്ടുണ്ട്. നമ്മൾ ആൻസർക്ക് എത്തിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നേരത്തെ പോലെ എന്ത് ചെയ്യുന്നത്? ഫാക്ടറൈസ് ചെയ്യാണ്. 200നെ ഫാക്ടറൈസ് ചെയ്യുക. ആദ്യം 2 കൊണ്ട് നോക്കുക. 2ൽ 100, വീണ്ടും 2 കൊണ്ട് നോക്കുക 50, വീണ്ടും 2 കൊണ്ട് നോക്കുക 25. ഇനി 2 പറ്റില്ല, 3 പറ്റില്ല. 5 ആയതുകൊണ്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 5 അല്ലേ? വീണ്ടും 5, 1 തവണ വരെ ചെയ്യാം. അപ്പോൾ നമുക്ക് 200നെ 200നെ എങ്ങനെ എഴുതാം? 2 × 2 × 2 × 5 × 5 അല്ലേ? അതായത് 2⁻3 × 5⁻2. അപ്പം നമ്മൾ എന്ത് എഴുതി? 200നെ ലേറ്റ് ആയവര് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം കാണാം കേട്ടോ. 200നെ നമുക്ക് എന്ത് ചെയ്യാം? 2³ × 5² എന്ന് എഴുതി കേട്ടോ. മനസ്സിലായോ? 200ന്റെ 2³ അപ്പൊ നമുക്ക് ഈ ക്യൂബും 2 ഒന്നും ആവശ്യമില്ല. ഇത് P1, ഈ 2 എന്നുള്ളത് P1, ഇത് P2. ഓക്കെ, 5 എന്നുള്ളത് P2. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഈ 2ഉം 5ഉം ഏതാണ് പ്രൈം നമ്പേഴ്സ് അത് മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ. മനസ്സിലായോ? എന്താണ് പ്രൈം നമ്പർ അത് മാത്രമേ ആവശ്യമുള്ളൂ. ഫൈ ഓഫ് n ഇവിടെ 2 പ്രൈം നമ്പറേ ഉള്ളൂ. അപ്പൊ ഫോർമുല n × 1 - 1/P1 × 1 - 1/P2. എത്ര P1 ഉണ്ട് അതിനനുസരിച്ച് മാറും കേട്ടോ. തൽക്കാലം അവിടെ 2 എണ്ണേ ഉള്ളൂ. തൽക്കാലം ഇത് മാത്രം എഴുതിയേ. ഓക്കെ, 3 എണ്ണം ഉണ്ടെങ്കിൽ എക്സെട്ര എഴുതുകയാണെങ്കിൽ എക്സെട്ര ഉണ്ട് കേട്ടോ. എക്സെട്ര അല്ലെങ്കിൽ തെറ്റിക്കണ്ട. ഇവിടെ ഫൈ ഓഫ് 200 ചെയ്യുമ്പോൾ എന്ന് പറയുന്നത് 200 × എൻ്റെ തന്നെ 200 ആണ് × 1 - 1/2 × 1 - 1/5. ഓക്കെ, ഈക്വൽ ടു 200 ×
1 മൈനസ് 1/2 പറഞ്ഞാൽ എൽ സി എടുക്കുമ്പോൾ 2 മൈനസ് 1/2 ഇൻറ്റു 5 മൈനസ് 1/5 ഈക്വൽ ടു 200 ഇൻറ്റു 1/2 ഇൻറ്റു 4/5 1/2 ഇൻറ്റു 4/5 ആണ്. അപ്പോൾ ഈ 2ഉം 200ഉം വെട്ടിപ്പോയി. അപ്പോൾ അവിടെ 100 ആയി അല്ലേ. വീണ്ടും 5ഉം 100ഉം വെട്ടി എത്ര പ്രാവശ്യമാണ് 20 അല്ലേ. 20 വരിക. 20 × 4 80 കേട്ടോ. ഇനിയിപ്പോൾ കിട്ടിയാലും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഷോ ദാറ്റ് ആണ്. അപ്പോൾ ആൻസർ 80 ആയി. ഓക്കെ അല്ലേ, മനസ്സിലാവുന്നുണ്ടല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ 5 of 360 കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ വേറെ രീതിയിൽ ചോദിക്കുക. ഇങ്ങനെ ചോദിക്കാണ്ട് ഇങ്ങനെ ചോദിക്കുക, നമ്പർ ഓഫ് ഇൻറ്റീജേഴ്സ് വേറെ രീതിയിൽ സെന്റൻസ് ആയിട്ട് ചോദിക്കും കേട്ടോ. നമ്പർ ഓഫ് ഇൻറ്റീജേഴ്സ് ലെസ് ദാൻ 360 അതിന്റെ ഡെഫിനിഷൻ പോലെ ചോദിക്കും കേട്ടോ. ആൻഡ് പ്രൈം ടു ഇറ്റ് അല്ലെങ്കിൽ പ്രൈം ടു ഇറ്റ് ഫൈൻഡ് ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഫൈൻഡ് നമ്പർ ഓഫ് ഇൻറ്റീജേഴ്സ് ലെസ് ദാൻ 360 ആൻഡ് പ്രൈം ടു ഇറ്റ് എന്ന് ചോദിക്കും. അതായത് അതിനോട് പ്രൈം ആയിട്ടുള്ള 360 കുറഞ്ഞിട്ടുള്ള നമ്പർ ഓഫ് ഇൻറ്റീജേഴ്സ്, അത് തന്നെയാണ് 5 of 360 കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു സെന്റൻസ് വന്നാൽ നമ്മൾ മനസ്സിലാക്കണം ക്വസ്റ്റ്യൻ ഇതാണെന്ന് കേട്ടോ. ഓക്കെ, തെറ്റിക്കരുത്. നമ്പർ ഓഫ് ഇൻറ്റീജേഴ്സ് ലെസ് ദാൻ 360 ആൻഡ് പ്രൈം ടു 360 എന്ന് ചോദിക്കും. ആൻഡ് പ്രൈം ടു 360 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കണം എന്താണ്, ഇറ്റ് ഈസ് 5 of 360. അവർ ചോദിച്ചേക്കുന്നത് 5 of 360